നമസ്കാരം, ഇത് IBN മലയാളം. വ്യവസായിയുടെ മരണം കൊലപാതകം, ദുർമന്ത്രവാദ സംഘം അറസ്റ്റിൽ. ഇരട്ടിപ്പിക്കാമെന്ന് പറഞ്ഞു വാങ്ങിയ 596 പവൻ സ്വർണം തിരികെ ചോദിച്ചതാണ് കൊലപാതകത്തിന് പിന്നിലെന്ന് പോലീസ്. കാസർകോട്ടെ പ്രവാസി വ്യവസായി പൂച്ചക്കാട് ഫാറൂഖിയ പള്ളിക്ക് സമീപത്തെ ബൈത്തുറഹ്മയിൽ MC അബ്ദുൽ ഗഫൂർ ഹാജിയുടെ മരണം ദുർമന്ത്രവാദത്തെ തുടർന്നുള്ള കൊലപാതകമെന്ന് തെളിഞ്ഞു. കേസിൽ ദമ്പതികളും 2 സ്ത്രീകളും ഉൾപ്പെടെ 4 പേരെ അറസ്റ്റ് ചെയ്തു. ഉളിയത്തെടുക്ക നാഷണൽ നഗർ തുരുത്തി സ്വദേശി ഭാര മീത്തൻ മങ്ങാട്, ബൈത്തുൽ ഫാത്തീമിലെ TM ഉബൈസ്, ഭാര്യ KH ഷമീന, മുക്കൂട് ജിലാനി നഗറിലെ താമസക്കാരി പൂച്ചക്കാട്ടെ PM അസ്നിഫ, മധൂർ കൊല്ലിയിലെ ആയിഷ എന്നിവരാണ് അറസ്റ്റിലായത്. സ്വർണം ഇരട്ടിപ്പിക്കാമെന്ന് വിശ്വസിപ്പിച്ച് കൈക്കലാക്കിയ 596 പവൻ സ്വർണം തിരികെ ചോദിച്ചതിൻ്റെ വിരോധത്തിലാണ് കൊലപാതകമെന്ന് പ്രതികൾ മൊഴി നൽകിയതായി പോലീസ് പറഞ്ഞു. ചുമലിൽ തലയിടിപ്പിച്ചാണ് മരണം ഉറപ്പുവരുത്തിയത്. കഴിഞ്ഞ വർഷം ഏപ്രിൽ 14 പുലർച്ചെയാണ് ഗഫൂർ ഹാജിയെ കിടപ്പുമുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഹൃദയാഘാതം മൂലം മരിച്ചെന്നാണ് വീട്ടുകാർ കരുതിയത്. ദുർമന്ത്രവാദത്തിനായി പ്രത്യേകം വസ്ത്രം ധരിക്കണമെന്നും കർമ്മങ്ങൾ ചെയ്യുമ്പോൾ വീട്ടിൽ മറ്റാരും പാടില്ലെന്നും പറഞ്ഞതിനാൽ ഗഫൂർ ഹാജി തൻ്റെ കുറച്ച് സുഹൃത്തുക്കൾ വീട്ടിലേക്ക് വരുന്നുണ്ടെന്ന് പറഞ്ഞ് ഭാര്യയും മകളും ഉൾപ്പെടെയുള്ളവരെ മേൽപ്പറമ്പിലെ ബന്ധുവീടുകളിലേക്ക് പറഞ്ഞു വിട്ടിരുന്നു. സഹോദരങ്ങൾ ഉൾപ്പെടെ ബന്ധുക്കളായ 12 പേരിൽ നിന്നും ഗഫൂർ ഹാജി വാങ്ങിയ 596 പവൻ സ്വർണം കാണാതായതാണ് സംശയമുണ്ടാക്കിയത്. തുടർന്ന് മകൻ പോലീസിലും മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർക്ക് പരാതി നൽകി. മൃതദേഹം ഖബറിൽ നിന്ന് പുറത്തെടുത്ത് നടത്തിയ പോസ്റ്റ്മോർട്ടത്തിൽ തലയ്ക്ക് പരിക്കേറ്റതായി കണ്ടെത്തി. കർമ്മസമിതി രൂപീകരിച്ച് പോലീസ് സ്റ്റേഷൻ മാർച്ച് ഉൾപ്പെടെയുള്ള സമരപരിപാടികൾ നടത്തിയതിനെ തുടർന്ന് അന്വേഷണം ക്രൈംബ്രാഞ്ചിന് കൈമാറി. മുഖ്യപ്രതിയെന്ന് കരുതുന്ന KH ഷമീന ഹണി ട്രാപ്പ് കേസിലും പ്രതിയാണെന്ന് പോലീസ് പറഞ്ഞു. പ്രതികളിൽ നിന്ന് 29 പവൻ സ്വർണം കണ്ടെടുത്തു. 1 മുതൽ 3 വരെ പ്രതികൾക്കെതിരെ കൊലപാതകത്തിനും 4-ാം പ്രതിക്കെതിരെ തെളിവ് നശിപ്പിച്ചതിനുമാണ് കേസ്. ന്യൂസ് ഡെസ്ക് IBN മലയാളം.